നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. ഏകദേശം ഒരു മാസത്തെ ഗ്യാപ്പിന് ശേഷം വെളിപ്പാട് പുസ്തകം സീരീസ് 27ാമത്തെ ക്ലാസ് ഇന്ന് അവതരിപ്പിക്കുകയാണ്. കുഞ്ഞാട് 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ കണ്ട ദർശനങ്ങൾ 3 ഭാഗങ്ങളായിട്ടായിരുന്നു ദൂതൻ കാണിച്ചു കൊടുത്തത്. 1ാം ഭാഗം 6ാം അധ്യായത്തിന്റെ 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. യഹോവയുടെ നാൾ സംബന്ധിച്ച ദർശനമാണ് അതിലുള്ളത്. 2ാം ഭാഗം 7:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലാണ് ഉള്ളത്. അതിൽ ദൈവം തൻ്റെ ദാസന്മാരെ മുദ്രയിട്ട് സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. 3ാം ഭാഗം 7ാം അധ്യായത്തിൻ്റെ 9ാമത്തെ വാക്യം മുതൽ. അതിലെ 9ാം വാക്യത്തിലെ സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ കൈകളിൽ കുരുത്തോലകളുമായി നിൽക്കുന്നവർ കണ്ടു. അതിൻ്റെ അർത്ഥം എന്ത് എന്ന് ലേവ്യ പുസ്തകം 23ാം അധ്യായത്തിൻ്റെ 34 മുതൽ 41 വരെയുള്ള വചനങ്ങൾ ആസ്പദമാക്കി കണ്ടു. അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ വിഷയം. സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ കൈകളിൽ കുരുത്തോലകളുമായി നിൽക്കുന്നവരുടെ സൗഭാഗ്യകരമായ സ്ഥിതിയെക്കുറിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയുണ്ടായി. ഈ ക്ലാസ്സിൽ വെളിപ്പാട് 7ാം അധ്യായത്തിലെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കൈകളിൽ കുരുത്തോലകളുമായി നിൽക്കുന്നവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റ് വസ്തുതകളെ കുറിച്ച് പഠിക്കാം. അത് നമ്മെക്കുറിച്ചുള്ളതുമാണ് എന്നത് നമ്മിൽ താല്പര്യം വർദ്ധിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. 13ാം വാക്യത്തിൻ്റെ വായന, മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു എന്നാണ്. വെള്ള നിലയങ്കി എന്നതിനെ കൂടുതൽ കൃത്യമായി വെളുത്ത അങ്കികൾ എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. അങ്ങനെയാണ് മൂലഭാഷയിലുള്ളത്. അതായത് സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ കൈകളിൽ കുരുത്തോലകളുമായി നിൽക്കുന്ന ഓരോ വ്യക്തിയും വെളുത്ത അങ്കി ധരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഇവർ ആർ, എവിടെ നിന്ന് വരുന്നു എന്നിങ്ങനെ 2 ചോദ്യങ്ങളാണ് മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനോട് ചോദിച്ചത്. ആ ചോദ്യത്തിനുള്ള പ്രതികരണം 14ാം വാക്യത്തിലാണ് കാണുന്നത്. അതിൻ്റെ വായന, യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നാണ്. യോഹന്നാന് സത്യത്തിൽ ചോദ്യങ്ങൾക്കുള്ള മറുപടി അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് യജമാനൻ അറിയുമല്ലോ എന്ന് പറഞ്ഞത്. അനന്തരം മൂപ്പന്മാരുടെ ഇടയിൽ നിന്നുള്ള ആ ഒരുവൻ മറുപടി നൽകി, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. ഇതാണ് ഉത്തരത്തിൻ്റെ 1ാം ഭാഗം. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ എന്നുള്ള ആ വാക്യഭാഗത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകാം. ത്രിപ്സീസ് എന്ന യവന പദത്തിന്റെ തർജ്ജമയാണ് കഷ്ടം എന്നത്. ആ പദത്തിന്റെ സാധാരണ അർത്ഥം ഞെരുക്കം എന്നാണ്. ക്രിസ്തുവിന്റെ നാമനിമിത്തവും അനുസരണ നിമിത്തവും ഒരു വിശ്വാസി സഹിക്കേണ്ടി വരുന്ന കഷ്ടം, ഉപദ്രവം എന്നീ അർത്ഥങ്ങളും സാഹചര്യമനുസരിച്ച് ഈ പദത്തിനുണ്ട്. ഒടുവിൽ പറഞ്ഞ അർത്ഥത്തിലാണ് ഈ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശിഷ്യന്മാർക്ക് ഉണ്ടാകുവാനിരിക്കുന്ന ഇത്തരം കഷ്ടങ്ങളും ഉപദ്രവങ്ങളും സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് ഗിരിപ്രഭാഷണത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ എന്നാണ് കർത്താവ് അവിടെ വച്ച് പറഞ്ഞത്. ആകയാൽ കൈകളിൽ കുരുത്തോലകൾ ഏന്തി ദൈവസിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ നിൽക്കുന്നവരായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള ഇവർ ജീവനിലേക്ക് നടത്തുന്ന ഇടുങ്ങിയ വാതിൽ കണ്ടെത്തിയവരും ആ ഞെരുക്കമുള്ള വഴിയിലൂടെ നടന്നു വരുന്നവരുമാണ്. തങ്ങളുടെ വിശ്വാസ യാത്രയിൽ ക്രിസ്തുവിൻ്റെ നാമനിമിത്തവും അനുസരണ നിമിത്തവും സഹിക്കേണ്ടി വന്ന ഞെരുക്കത്തെയാണ് മഹാകഷ്ടം അഥവാ മഹോപദ്രവം എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം എഴുതിയത് 7 സഭകൾക്കായിരുന്നു എന്ന് നമുക്കറിയാം. അവരുടെ വിശ്വാസ യാത്രയിൽ അവർ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം അനവധി ഉപദ്രവങ്ങൾ സഹിച്ചുകൊണ്ടിരുന്നവർ ആയിരുന്നു. ആ കാലത്ത് റോമിൽ വാണിരുന്നത് നീറോ ചക്രവർത്തി ആയിരുന്നു. നീറോ വിശ്വാസികൾക്കെതിരെ കടുത്ത പീഡനം അഴിച്ചുവിട്ടു എന്ന് ചരിത്രം പറയുന്നു. അതിൻ്റെ മുഖത്ത് ക്രിസ്തു അവർക്ക് നൽകിയ ആശ്വാസത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും വചനമാണ് ദർശന രൂപത്തിൽ ഇവിടെ കാണുന്നത്. ആ ആശ്വാസ വചനം ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ പ്രിയരെ, നിങ്ങൾ മഹാകഷ്ടത്തിലായിരുന്നാലും നിങ്ങൾ എൻ്റെ ജനമാകുന്നു. എന്നെ സ്വീകരിക്കുന്ന എൻ്റെ ജനം, നിങ്ങളുടെ സ്ഥാനം
എൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പിലാണ്. നമ്മുടെ രാജ്യത്ത് വിശ്വാസം നിമിത്തമുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ സാഹചര്യത്തിൽ നമുക്കും ഈ ദർശനം ആശ്വാസവചനം ആകുന്നു. എഫേസ്യർ 2:6-7 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിട്ടുള്ളവരാണ് നാം എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആകയാൽ നമ്മുടെ സ്ഥാനം ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൻ്റെ മുമ്പാകെയാണ്. വിശ്വാസത്താൽ അംഗീകരിക്കുകയും കാണുകയും ചെയ്യേണ്ട ഒരു ആത്മിക സത്യമാണിത്. നമ്മുടെ കഷ്ടങ്ങളെ നമ്മുടെ ദൈവവും രക്ഷകനുമായവൻ എപ്പോഴും കാണുന്നു എന്നതാണ് നമുക്ക് ഓർക്കുവാനുള്ള ഒരു മഹൽ സത്യം. നമ്മുടെ പ്രാർത്ഥന ഓരോ നിമിഷവും അർപ്പിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൻ്റെ മുമ്പാകെയാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ മറ്റൊരു വസ്തുത. ആകയാൽ നാം അനാഥരല്ല, കൈവിടപ്പെട്ടവരല്ല. നമുക്ക് ധൈര്യപ്പെടുവാനും ആശ്വസിക്കുവാനും വകയുണ്ട്. യിരെമ്യാവ് 20:11 പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷകൻ മഹാവീരനായി നമ്മോട് കൂടെ ഉണ്ട്. രണ്ടാമതായി അവരെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന സത്യം, അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നതാണ്. ഈ ദർശനത്തിലെ മഹാപുരുഷാരത്തിൻ്റെ അങ്കികൾ ദൈവം മുമ്പാകെയുള്ള അവർ ഓരോരുത്തരുടെയും നിലയെ കാണിക്കുന്നു. പാപത്തിൻ്റെ കുറ്റം അഥവാ പാപക്കറ, അതിനെയാണ് അങ്കിയിൽ പുരണ്ടിരിക്കുന്ന അശുദ്ധിയായി ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കറകളെ കഴുകിക്കളയുവാൻ കഴിയുന്ന ഏക മാധ്യമം കുഞ്ഞാടിൻ്റെ അഥവാ യേശുക്രിസ്തുവിൻ്റെ രക്തമാകുന്നു. ഇത് അപ്പസ്തോലനായ യോഹന്നാൻ തൻ്റെ ആദ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്നിങ്ങനെ നല്ല വർത്തമാനമായി നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്. അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നവർ ആ സുവിശേഷം കേട്ട് വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ചിട്ടുള്ളവരാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതാണ് ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ നമ്മുടെയും നില. ആകയാൽ നമുക്ക് ആശ്വസിക്കുവാൻ വകയുണ്ട്. കർത്താവ് പറയുന്നു, എൻ്റെ പ്രിയരെ, നിങ്ങൾ മഹാകഷ്ടത്തിലായിരുന്നാലും എല്ലാവരാലും നിന്ദിക്കപ്പെടുന്ന, തള്ളപ്പെടുന്ന, വെറുക്കപ്പെടുന്ന വ്യക്തികൾ ആയിരുന്നാലും എൻ്റെ മുമ്പാകെ നിങ്ങൾ എൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചിരിക്കുന്നവരാണ്. ഞാൻ നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം നിൽക്കുവാൻ ആർക്ക് കഴിയും? നിങ്ങൾ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. ആകയാൽ നിങ്ങളെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം. നിങ്ങൾ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർ. ആർ നിങ്ങളെ ശിക്ഷയ്ക്ക് വിധിക്കും? ആകയാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധൈര്യപ്പെടാം. മൂന്നാമതായി ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സത്യം 15-ാം വാക്യത്തിലാണ് ഉള്ളത്. 15-ാം വാക്യത്തിൻ്റെ വായന ഇപ്രകാരമാണ്: അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. ഈ വാക്യത്തിൻ്റെ വായനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആലോചനകൾ ഞാൻ ഇനി പറയുന്നതാണ്. സിംഹാസനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുവാനുള്ള പദവി അവർക്ക് ലഭിച്ചത് അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചതുകൊണ്ടാണ്. ദൈവം പരിശുദ്ധനാണ്. തൻ്റെ സിംഹാസനവും സാന്നിധ്യവും പരിശുദ്ധമാണ്. അവിടുത്തെ സന്നിധിയിലേക്ക് കുഞ്ഞാടിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവർക്ക് അല്ലാതെ പ്രവേശനമില്ല. ഇതേ സത്യം വെളിപ്പാട് 22:14 മറ്റു വാക്കുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ആദിയിൽ ഏദനിൽ ആദം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ ജീവന്റെ വൃക്ഷത്തിൻ ഫലം കഴിച്ച് നിത്യം ജീവിച്ചിരിക്കാതിരിക്കേണ്ടതിനാണ് അവരെ ഏദനിൽ നിന്ന് പുറത്താക്കിയത്. തിരിച്ചു കയറി ചെല്ലാതിരിക്കുവാനുള്ള കാവലും ഏർപ്പെടുത്തി. ഇതാ ഇവിടെ ജീവന്റെ വൃക്ഷത്തിൻ ഫലം കഴിച്ച് നിത്യം ജീവിച്ചിരിക്കുവാനുള്ള ഒരു പുതിയ അവസരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അതിനായി നിറവേറ്റേണ്ടതായ വ്യവസ്ഥയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കുവാൻ കഴിയണമെങ്കിൽ ഗോപുരങ്ങളിൽ കൂടി ദൈവത്തിൻ്റെ നഗരമായ പുതിയ യെരൂശലേമിൽ കടക്കേണ്ടതുണ്ട്. അതിന് ദൈവം അധികാരം നൽകേണ്ടതുണ്ട്. ആ അധികാരം തങ്ങളുടെ വസ്ത്രം കുഞ്ഞാടിൻ്റെ അഥവാ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ അലക്കുന്നവർക്കാണ് ലഭിക്കുന്നത്. കുഞ്ഞാടിൻ്റെ മണവാട്ടിയും കാന്തയുമാണ് പുതിയ യെരൂശലേം.
ആകയാൽ പുതിയ യെരൂശലേം സാർവത്രിക സഭയാണ്. ഇത് മനസ്സിലാക്കേണ്ട ഒരു മഹനീയ സത്യമാണ്. അതിനെ ഒരു വിശുദ്ധ മഹാനഗരമായി ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ സഭയിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നുവെന്ന് നാം അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. പഴയ യെരൂശലേമിൽ ദൈവത്തിൻ്റെ മന്ദിരം ഉണ്ടായിരുന്നത് പോലെ സഭയുടെ ഉള്ളിലും ഒരു മന്ദിരം ഉണ്ട്. ആ മന്ദിരം എന്നാൽ കൈപ്പണിയായ ഒരു കെട്ടിടമല്ല, ഭൗതികമായ ഒന്നല്ല, നേരെ മറിച്ച് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് കുഞ്ഞാടുമാകുന്നു എന്നാണ് വെളിപ്പാട് 21:22 വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ സഭയ്ക്കുള്ളിൽ സർവശക്തിയുള്ള ദൈവമായ കർത്താവിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം ഉണ്ട്. ഇത് 22:1 ചിത്രീകരിച്ച് പറഞ്ഞിരിക്കുന്നു. ആകയാൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രം അലക്കിയവർ ഭാഗ്യവാന്മാരാണ്. അവർ ദൈവസിംഹാസനം ഇരിക്കുന്ന, ദൈവമന്ദിരം ഇരിക്കുന്ന കുഞ്ഞാടിൻ്റെ മണവാട്ടിയും കാന്തയുമായ സഭയിൽ പ്രവേശിച്ചിരിക്കുന്നു. അതെത്ര ഭാഗ്യകരമായ ഒരു കാര്യമാണ്. അന്നു മുതൽ അവർ സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും എന്ന വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് നോക്കി അവരുടെ സിംഹാസനത്തിൻ്റെ മുമ്പാകെ ആരാധിച്ചു പോരുകയാണ്. എത്ര ആശ്വസിക്കുവാനും ധൈര്യപ്പെടുവാനും നമുക്ക് വകയുണ്ട് എന്ന് ഓർക്കുക. കർത്താവ് പറയുന്നു, എൻ്റെ പ്രിയരെ, നിങ്ങൾ മഹാകഷ്ടത്തിലായിരുന്നാലും എൻ്റെ നാമം നിമിത്തം എല്ലാവരാലും തള്ളപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, വെറുക്കപ്പെടുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾ എൻ്റെ വിശുദ്ധ നഗരത്തിലാണ്, എൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ എനിക്ക് പ്രസാദകരമായ ആരാധന രാപ്പകൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങൾ. ഇനി നമുക്ക് എന്താണ് ഇന്ന് നാം നടത്തുന്ന രാപ്പകൽ ആരാധന എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. റോമർ 12:1 ഇപ്രകാരം നാം വായിക്കുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഉറപ്പിച്ച് നിങ്ങളെ ബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ വചനപ്രകാരം എന്താണ് ദൈവാരാധന? നമ്മുടെ ശരീരങ്ങളെ ജീവിക്കുന്നതും വിശുദ്ധവും ദൈവത്തിന് പ്രസാദകരവുമായ ഒരു യാഗമായി സമർപ്പിക്കുന്നതാണ് ആരാധന. പഴയ നിയമ ആരാധനയിൽ ജീവിക്കുന്ന യാഗമല്ല അർപ്പിക്കപ്പെട്ടിരുന്നത്, കൊന്നിട്ടുള്ള യാഗമാണ്, ഹനന യാഗമാണ്. എന്നാൽ പുതിയ നിയമ ആരാധനയിൽ ജീവിക്കുന്ന യാഗങ്ങളാണ് അർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് വിശുദ്ധിയോടെ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ ശരീരത്തെ സമർപ്പിക്കുന്നതാണ്, വിട്ടുകൊടുക്കുന്നതാണ് പുതിയ നിയമത്തിലെ ബുദ്ധിപൂർവമായ ആരാധന. ഇതിനെ മറ്റൊരു രീതിയിൽ റോമർ 14:7-8 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്: നമ്മിൽ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നു എങ്കിൽ കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നു എങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു. ആ ബുദ്ധിപൂർവമായ ആരാധനയിലെ വിവിധ വശങ്ങളെക്കുറിച്ച് പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം എബ്രായർ 13 അതിൻ്റെ 15-16 വാക്യങ്ങൾ. അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുക. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിക്കുവാനും മറക്കരുത്. ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിന് അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗമാണ്. അതുപോലെ നന്മ ചെയ്യുന്നതും കൂട്ടായ്മ കാണിക്കുന്നതും ദൈവത്തിന് പ്രസാദകരമായ യാഗങ്ങളാണ്. അതുപോലെ സുവിശേഷ ഘോഷണത്തെ ഒരു പുരോഹിത ശുശ്രൂഷയായിട്ടാണ് പൗലോസ് റോമർ 15:15 അവതരിപ്പിക്കുന്നത്. ജാതികൾ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവത്തിന് പ്രസാദകരമായ വഴിപാടായി തീരുവാനായിട്ടായിരുന്നു താൻ ഒരു പുരോഹിതനെ പോലെ സുവിശേഷ ഘോഷണം നടത്തിയിരുന്നത്. ഇങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ നാം നമ്മുടെ ശരീരത്തെ സമർപ്പിച്ചു കൊടുത്ത് ജീവിക്കുമ്പോൾ അത് നിരന്തരമായ ഒരു ആരാധന അഥവാ ദൈവസേവയായിട്ടാണ് ദൈവം കണക്കിടുന്നത് എന്നതൊരു മഹനീയ സത്യമാണ്. നമ്മുടെ മനസ്സും കണ്ണും വായും ചെവിയും കൈകാലുകളും എല്ലാം ദൈവത്തിന് പ്രസാദകരമായി സമർപ്പിച്ചു കൊടുത്ത് ജീവിക്കുമ്പോൾ അത് നിരന്തരമായ ആരാധനയാണ്, ദൈവസേവയാണ് എന്ന് നമുക്ക് ഓർക്കാം. നാലാമതായി ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സത്യവും 15-ാം വാക്യത്തിലാണുള്ളത്. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന അവരുടെ മേൽ എന്ന
ആ പദം കാണിക്കുന്നത് വിശ്വാസികളുടെ മേൽ ഉള്ള കൂടാരവാസത്തെ കുറിച്ചിട്ടാണ്. വിശ്വാസികളുടെ മേലുള്ള ദൈവത്തിന്റെ കൂടാരവാസം. അവരുടെ മേൽ എന്ന് പറയുമ്പോൾ ഒരു കൂടാരം മനുഷ്യരുടെ മേൽ, മനുഷ്യർക്ക് മുകളിൽ. കൂടാരം എങ്ങനെയാണോ വെയിലിൽ നിന്നും ചൂടിൽ നിന്നും ഒക്കെ സംരക്ഷണമായിരിക്കുന്നത്, അതുപോലെ ദൈവം തൻ്റെ ജനത്തിന് സംരക്ഷകനായിരിക്കും എന്നാണ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ 7:16 വെയിലും യാതൊരു ചൂടും അവരെ തട്ടുകയുമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ദൈവജനത്തിന് ലഭിക്കുന്ന ഈ സംരക്ഷണത്തെക്കുറിച്ച് ക്രിസ്തുവിന്റെ ആത്മാവ് യെശയ്യാവിലൂടെ ഇപ്രകാരം സംസാരിച്ചു പറഞ്ഞിട്ടുണ്ട്. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിക്കുവാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിക്കുവാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും. യെശയ്യാവ് 4 അതിൻ്റെ 5-6 വാക്യങ്ങൾ. അതായത് പഴയ നിയമപ്രകാരം ദൈവജനമായിരുന്ന ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെയാണോ ദൈവം പകൽ തണലായി മേഘത്തിലും രാത്രിയിൽ വെളിച്ചത്തിനായി അഗ്നിത്തൂണിലും ഉണ്ടായിരുന്നത്, അതുപോലെ ഇന്നും ദൈവമായ കർത്താവ് തൻ്റെ സഭയ്ക്ക് മീതെ മേഘവും അഗ്നിത്തൂണുമായിട്ട് ഉണ്ട്. തൻ്റെ ജനമായ നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് തണലേകുന്നു, നമുക്ക് വെളിച്ചമേകുന്നു. 5-ാമതായി ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സത്യം 16-ാം വാക്യത്തിലാണുള്ളത്. അവർക്ക് വിശക്കുകയില്ല, അവർക്ക് ദാഹിക്കുകയുമില്ല. എന്തുകൊണ്ടെന്നാൽ സിംഹാസനത്തിന്റെ മധ്യത്തിലുള്ള കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവന്റെ വെള്ളങ്ങളുടെ ഉറവുകളിലേക്ക് അവൻ വഴി നടത്തുകയും ചെയ്യും എന്ന് 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. കർത്താവ് യോഹന്നാൻ 6:35 പറഞ്ഞത് ഈ സാഹചര്യത്തിൽ ഓർക്കേണ്ടതാണ്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. കോതമ്പിന്റെ അപ്പം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെ യേശു ജീവന്റെ അപ്പമാകുന്നു. അഥവാ യേശു ജീവൻ കൊണ്ടുള്ള അപ്പമാണ്, അഥവാ യേശു സ്വയം ജീവനാണ്. തന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവന് ജീവനായുള്ള വിശപ്പ് പിന്നീട് ഉണ്ടായിരിക്കുകയില്ല. കാരണം യേശുവിനെ സ്വീകരിക്കുമ്പോൾ ജീവനാകുന്ന യേശു തൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ വസിക്കുവാനായിട്ട് ആരംഭിക്കുന്നു. പിന്നീട് അതിനായുള്ള വിശപ്പ് അതുകൊണ്ട് ഉണ്ടായിരിക്കുകയില്ല. യോഹന്നാൻ 7:37 യേശു വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. ആ വിളി കേട്ടനുസരിച്ച് യേശുവിൻ്റെ അടുക്കൽ ആ ദാഹത്തോടു കൂടെ വരുന്നവർക്കെല്ലാം കുടിക്കുവാൻ കൊടുക്കുവാൻ യേശുവിൻ്റെ പക്കൽ ജീവജലം ഉണ്ടായിരുന്നു. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് താൻ കൊടുക്കുന്ന പരിശുദ്ധാത്മാവാകുന്നു എന്ന് 39-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. 38-ൽ താൻ പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നാണ്. അപ്രകാരം യേശുവിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ വസിക്കുവാൻ യേശു കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ്റെ ഉള്ളിൽ നിന്ന് അവന് നിരന്തരം കുടിച്ച് ദാഹശമനം വരുത്തുവാൻ തക്കവണ്ണം ജീവന്റെ ജലത്തിൻ്റെ നദികളായി ഒഴുകി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നദികളായിട്ട് ഒഴുകി വരുന്നതുകൊണ്ട് സമൃദ്ധമായിട്ട് കുടിക്കുവാനായിട്ടുള്ള സന്ദർഭമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു നാളും തനിക്ക് ദാഹിക്കുകയില്ല എന്നാണ് ഇവിടെ വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് സിംഹാസനത്തിന്റെ മധ്യത്തിലുള്ള കുഞ്ഞാട് അവരെ മേയ്ക്കുകയും ജീവന്റെ വെള്ളങ്ങളുടെ ഉറവുകളിലേക്ക് അവൻ വഴി നടത്തുകയും ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കിയിരിക്കുന്നത്. 6-ാമതായിട്ട് ഈ വചനഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സത്യം 17-ാം വാക്യത്തിലാണ് ഉള്ളത്. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ആകയാൽ പ്രിയപ്പെട്ടവരെ, നാം എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു ജനമാണ്. നമുക്കുള്ള ആശ്വാസ വചനങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിലെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. അതെങ്ങനെയാണോ ആദ്യ നൂറ്റാണ്ടിലെ നീറോയുടെ കാലത്ത് കഷ്ടം സഹിച്ചുകൊണ്ടിരുന്ന ദൈവസഭയ്ക്ക് ആശ്വാസകരമായിരുന്നത്, അതുപോലെ തന്നെ ഇന്നും കഷ്ടം സഹിക്കുന്ന ദൈവജനത്തിന് ആശ്വാസകരമായിരിക്കുന്ന വചനമാണ്, ആലോചനകളാണ് നമുക്ക് അവിടെ നിന്ന് പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തെ ആവോളം വീണ്ടും ധ്യാനിക്കുകയും ആശ്വാസം പ്രാപിക്കുകയും ബലം പ്രാപിക്കുകയൊക്കെ ചെയ്യാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.